പ്രശ്നമില്ല. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടലടാ. അയ്യോ എന്നെ സാർ ഇത്? ഇപ്പൊ നീ എന്തായി കാണിക്കുന്നേ? നിനക്കാ ഭ്രാന്ത്. പ്രശ്നമില്ല. എടാ, സത്യം ഉൾക്കൊള്ളാൻ നീ പഠിക്കണം. മാനസിക രോഗത്തിന് ചികിത്സിച്ച സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോ അവര് നിന്നെ വെറുതെ വിട്ടില്ലേ? എന്നിട്ട് അത് കാണിച്ചപ്പോ നിനക്ക് നാണക്കേട് അല്ലേ? ആടാ ആടാ. അയ്യോ എടാ ജീവൻ, നീ വേണ്ട. നീ എന്താ കാണിക്കുന്നത്? വിടും. നിന്നെ കുറിച്ച് എല്ലാരും പറയുന്നത് ശരിയാ. നീ മാറിയിട്ടില്ല. നീ ഒട്ടും മാറിയിട്ടില്ല. വിടും. ആ, നീ മാറിയിട്ടില്ല എന്നറിയേണ്ടത് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വിടറ. ഹരി സാറേ, ഞാൻ എന്താ ചെയ്തേ? ഹരി സാറേ, ഞാൻ എന്താ ചെയ്തേ? ഹരി സാറേ, എന്നോട് ക്ഷമിക്കുക ഹരി സാറേ. സാർ ഹരി സാറേ, ഞാൻ മറന്നു. സാറ് മുമ്പിൽ നിൽക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ ദൈവമേ, എനിക്കെന്താ ഈ സംഭവിക്കുന്നത്? സാറേ, പോലീസുകാരെല്ലാവരും എന്നെ തല്ലി, ഒത്തിരി തല്ലി, എന്നെ തല്ലി സാറേ. ഞാൻ പഴയതുപോലെ ആവണം ഹരി സാറേ. എൻ്റെ ഓർമ്മ നഷ്ടപ്പെടണം ഹരി സാറേ. സാറേ എന്നാ സാർ ഇത്? എന്നാ സാർ? ശരണ, ഹരിസാറിനോടൊന്ന് പറയടാ. എനിക്ക് ഹരിസാറിനോട് ദേഷ്യമില്ലെന്ന് പറയടാ. ഈ ജീവനെ ഹരിസാറില്ലായിരുന്നെങ്കിൽ അവരെന്നെ വിടത്തില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് എന്നോട് മാന്യമായിട്ട് പെരുമാറിയത് ഹരിസാറാ. ഹരിസാറാ ഹരിസാറാ ഹരിസാർ എന്നെ ആദ്യമായിട്ട് ആ വീട്ടിൽ കയറ്റിയത്. അന്ന് നിങ്ങളൊക്കെ ആ വീട്ടിലുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. സാറേ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. സാറേ, അവരെന്നെ വല്ലാതെ ദ്രോഹിച്ചു സാറേ. എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് സാറേ അവരെന്നെ ഒത്തിരി ഇടിച്ചു സാറേ. എനിക്ക് വയ്യാഞ്ഞിട്ട് സാറേ. എന്നോട് ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം സാറേ. സാറേ എഴുന്നേക്ക്, ക്ഷമിക്കണം സാറേ. എഴുന്നേക്ക്. ശരി ശരി, ഓക്കെ ഓക്കെ. സാർ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, എനിക്കൊരു വിരോധമില്ല സാറേ. സാറേ 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 എനിക്കൊരു വിരോധമില്ല. ഹരിസാറിനോട് എനിക്കൊരു പ്രശ്നമില്ല. ശരവണ പറയടാ. പെട്ടെന്ന് എന്റെ മാനസിക നില തെറ്റിപ്പോയതാ സാറേ. പ്ലീസ് സാറേ. ഓക്കെ 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 ഓക്കെ. എനിക്കെന്തോ സാർ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി ഹരി സാറ്. ഇങ്ങനെയൊക്കെ വരുമോ സാറേ? എനിക്കറിയില്ല. തൽക്കാലം ഇനി അയാളോടൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് പോവാം. ആൻറ്റി നിത്യയും ഹോസ്പിറ്റലിൽ കാത്തു നിൽക്കുക. പോവാം സാർ. ജീവ വാ. സാറേ, വേദനിക്കുന്നു. വാ. ഒന്നും മനസ്സിൽ വെക്കല്ലേ. വാ. വാങ്ങ സാർ. ജീവ കേറ്. വാങ്ങ കേറ് ജീവ. വാങ്ങോ വാ.
എന്നെ സാർ കേറുണ്ട്. അവരിപ്പോ വരും. വാ, ഇറങ്ങാം. വാ. ഹരി സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ അബദ്ധം തൽക്കാലം അവരെ അറിയണ്ട. വാങ്ക സാർ. എന്തിനാ നിത്യേ? ഞങ്ങൾ അകത്തേക്ക് വരുമായിരുന്നല്ലോ, എന്നിട്ട് ഇറങ്ങി പോരായിരുന്നു. പോലീസുകാരെന്തിനാ വിളിപ്പിച്ചേ? ആ, അത് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. നീനയെന്നോ മറ്റോ എന്താണ് അവരുടെ പേര്. അവരെ കാണാനില്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെ പരിചയമുള്ളവരൊക്കെ വിളിപ്പിച്ചതാ. അല്ല, അവിടെ ചെന്നപ്പോൾ പിന്നെ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടു. ആ സ്ത്രീയെ കാണാതായിട്ട് കുറച്ചധികം ദിവസമായത്രേ. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു അന്വേഷണമാണ്. എനിക്ക് അവരുടെ പേര് പോലും ഓർമ്മയുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ എത്രയോ നഴ്സുമാരുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് പരിചയമുണ്ടോയെന്ന് ചോദിച്ചു. ബോധമില്ലാതെ കിടക്കുന്ന എനിക്കാരെ പരിചയം ഉണ്ടാവാനാ? ആ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളത് സത്യമല്ലേ? അപ്പൊ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. ജീവനോട് ഇനി അവർക്ക് ചോദിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ്, എന്ത് ചോദിക്കാൻ? പോലീസുകാർ വിളിപ്പിച്ചു, ഞാൻ പോയി. അതൊരു മര്യാദയല്ലേ? പോ, വാ, നമുക്കിറങ്ങാം. ഹരി സാറേ. ആൻറ്റി ഇങ്ങനെ ഇങ്ങ കൊടുക്ക സാർ, ഞാൻ പിടിക്കാം. ആൻറ്റി ഇവിടെ നിന്നാൽ മതി, ഞാൻ വണ്ടി ഇങ്ങ് എടുക്കാം. വണ്ടി എടുക്കുക ഹരി.
ആ ശരവണ. സരി അമ്മ. എന്നാ ബാഗ്? ശരവണൻ കയറുന്നില്ല. ഇല്ലമ്മ, നമ്മളെ മുകളിലെ പുരയില് അന്ത ഫാനോടെ കപ്പാസിറ്റർ പോയച്ച്. ഞാനത് വാങ്ങി തിരുമ്പി ഒരു ഓട്ടോ പിടിച്ച് വരാമ. செல்லம்மா, நான் பின்னாடியே வரேன். ஆட்டோ பிடிக்கணும். അയ്യോ, നോക്കി നടക്കണ്ടേ? അതെന്താ ക്ഷേത്രത്തിൽ കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി ഒഴിഞ്ഞു മാറിയത്? എന്നോടുള്ള ദേഷ്യം കാരണമായിരിക്കും. ജീവന്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിൽ പോവാൻ ഞാൻ ഹരിയോട് പറഞ്ഞില്ലേ? ദൈവമേ, ആഗ്രഹിച്ചതല്ല എൻ്റെ കൈവിട്ടു പോവുകയാണല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും അവസാനം നിത്യ എന്നിലേക്ക് തന്നെ വരണം. ആ ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ. ആ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. കാത്തോളനെ. നിത്യ ഇപ്പം എന്നെ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്. അതിനൊരു മാറ്റവും വരരുത്. എതിർത്ത് നിൽക്കുന്നവരെല്ലാം നിഷേധിച്ച് നിത്യ എന്നിലേക്ക് തന്നെ വരണേ. ജീവന്റെ മാറ്റം ഞാൻ കാണുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവുന്നില്ല. ഞാൻ പോകുന്നത് തെറ്റായ വഴിക്കാണെങ്കിൽ അതെനിക്ക് ചൂണ്ടിക്കാണിക്കണം. നേർവഴിയിലേക്ക് നയിക്കണേ ഭഗവാനെ. ദൈവമേ, നീ എനിക്ക് നേരായ വഴി കാണിച്ചു തരണേ. തൊഴുതോളൂ. അവനെ മേടിച്ചോളൂ. പ്രസാദം.
അന്ന് പ്രത്യേക പൂജയായിരുന്നു. ഈ പ്രസാദം വാങ്ങാൻ നിങ്ങൾക്കാ ഭാഗ്യമുണ്ടായത്. എനിക്കല്പം ഭാഗ്യം കുറച്ചു മതിയെന്ന് ദൈവം തീരുമാനിച്ചാണ്, അല്ലേ ഹരി സാറേ? ഭഗവാന്റെ നടയിൽ നിന്ന് കിട്ടുന്നത് ബ്രേതലാണെങ്കിലും അത് പുണ്യമല്ലേ? അമ്മ എന്തായാലും അവരുടെ കൂടെ അമ്പലത്തിൽ പോവാതിരുന്നത് മോശമായി. നിത്യേച്ചിയുടെ സങ്കടം കൂടിയിട്ടുണ്ടാവും. അറിയാം. അമ്പലത്തിൽ കയറാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനിനി പോകുന്നു. ആ അമ്മ, അവർ വന്നാച്ച്. ആ നോക്കാം. ആ ശരി. വാ. നിത്യേച്ചി, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ പോയി മനസ്സ് നിറഞ്ഞെന്ന് പ്രാർത്ഥിച്ചപ്പോ നല്ല സുഖമുണ്ട്. ജ്യോതി, ഇതെല്ലാം നിത്യയുടെ മരുന്ന് കൃത്യമായി കയ്യിൽ വെച്ച് ഒരു വീഴ്ചയില്ലാതെ കൊടുത്തോണം. അത് നിന്റെ ജോലിയാണ്, കേട്ടല്ലോ? ആൻറ്റി, ഞാനിന്ന് അങ്ങോട്ട് ശരവണ, ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? കൊഞ്ചം ഇருக்கு സാർ. കൊഞ്ച ഇരുന്നാ പോരാ, മാർക്കറ്റിൽ പോയി ഫ്രൂട്ട്സ് എല്ലാം വാങ്ങണം. ശരി സാർ. ഇടയ്ക്കിടയ്ക്ക് നിത്യയ്ക്ക് ജ്യൂസ് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്തൊക്കെയാ വേണ്ടെന്ന് ശരവണനോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ നിത്യ, ഞാനൊരു സ്ഥലം വരെ പോവാ. വരാൻ ഒരുപാട് വൈകും. എങ്ങോട്ടാ? നമ്മളിപ്പോൾ പോയി ക്ഷേത്രമില്ലേ, അവിടെ നടയിൽ നിന്നപ്പോൾ ഞാൻ നിത്യയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നേർന്നിട്ടുണ്ട്. അത് ചെന്നൊന്ന് പൂർത്തിയാക്കണം. അവിടെ നടയിൽ നിന്നപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. അപ്പോഴാ ഞാൻ വഴിപാട് നേർന്നു. ഞാൻ തനിച്ച് ചെയ്യേണ്ടതാ. ഞാൻ പോയിട്ട് വരാം. വരട്ടെ അമ്മേ. നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ.